അതിനാൽ സഹോദരങ്ങളെ, ആ നബിയെ സ്നേഹിക്കൽ അനുസരിച്ചുകൊണ്ടാകണം, ബിദ്അത്തുകളെ ഒഴിവാക്കിക്കൊണ്ടാകണം. അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസം അതുപോലെ വിശ്വസിച്ചുകൊണ്ടായിരിക്കണം. സലഫു സ്വാലിഹീങ്ങളുടെ പാത അതുപോലെ പിന്തുടർന്നുകൊണ്ടായിരിക്കണം. പേരൊട്ടിച്ചതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പേരിങ്ങനെ ബാനറിൽ ഒട്ടിച്ചത് കൊണ്ടായില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ സ്വീകരിക്കുന്ന വേഷങ്ങൾ ആരെങ്കിലും ധരിച്ചത് കൊണ്ടായില്ല. മറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ സ്വഹാബത്ത് മുതൽ താബിഈങ്ങളും തബഉ താബിഈങ്ങളും അയിമ്മത്തും അതുപോലെ തന്നെയുള്ള ഇമാമിയങ്ങളും അതുപോലെയുള്ള ഉലമാക്കളും മുഖേന ഇന്ന് വരെ എത്തിയിട്ടുള്ള ഈ വഴിയിൽ പ്രവേശിച്ചാലേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയിൽ, ആ വഴിയിൽ ഒരിക്കലും സൂഫിയാക്കളില്ല, ആ വഴിയിൽ ഒരിക്കലും റാഫിദിയാക്കളില്ല, ആ വഴിയിൽ ഒരിക്കലും ഷിയാക്കളില്ല, ആ വഴിയിൽ ഒരിക്കലും ഖവാരിജികളില്ല, ആ വഴിയിൽ ഒരിക്കലും ISIS-ഉം അതുപോലെ തന്നെ അൽ ഖാഇദയും താലിബാനും അതുപോലെയുള്ള തീവ്രവാദികളില്ല. ആ വഴിയിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള പേക്കോലങ്ങൾ കാണിക്കുന്ന ബിദ്അത്തിന്റെ ആളുകളില്ല. ആ വഴിയിൽ ഒരിക്കലും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ശിർക്കിന്റെ ആളുകളില്ല. ആ വഴിയിൽ ഒരിക്കലും അശ്അരിയത്തിന്റെ പാത പിൻപറ്റുന്ന ആളുകളില്ല. ആ വഴിയിൽ ഒരിക്കലും മാതുരിദിയാക്കളും അതുപോലെ തന്നെയുള്ള ആളുകളുമില്ല, ഖാദിരിയാക്കളും നക്ഷബന്ദികളുമില്ല. മറിച്ച് ആ വഴിയിൽ ഒരു കൂട്ടർ മാത്രമേ ഉള്ളൂ. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാത പിന്തുടരുന്ന, സ്വഹാബത്തിന്റെ അഭിപ്രായം എന്തോ അതിനെ പിന്തുടരുന്ന ആളുകളാണ്. അശ്അരികളുടെ സംസാരങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതാണ് സ്വഹാബികൾ പറഞ്ഞത്, പക്ഷേ ഞങ്ങളുടെ വാദം ഇതാണെന്ന്. ആ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള അശ്അരികളുടെ പാത പിന്തുടർന്നാൽ അവർ സ്വഹാബികളുടെ കൂടെയാവുകയില്ല. സ്വഹാബികളുടെ കൂടെ എത്തണമെങ്കിൽ അവർ സലഫുകളുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങളുടെ പാത പിന്തുടർന്നാലേ അവർ സ്വർഗ്ഗത്തിലെത്തൂ, ആ പാതയിലെത്തൂ.